ഇദ്ദേഹത്തിൻ്റെ പിതാവായ ശ്രീ രാജീവ് ഗാന്ധി അതിനോട് എന്ത് നയമാണ് അനുവർത്തിച്ചത്? പിന്നീട് VP സിംഗ് അധികാരത്തിൽ വന്നപ്പോഴല്ലേ അത് നടപ്പാക്കിയത്, അത് നടപ്പാക്കാൻ ശ്രമിച്ചത്. അന്ന് കോൺഗ്രസിൻ്റെ നയം എന്തായിരുന്നു, സമീപനം എന്തായിരുന്നു? തുടർന്ന് അധികാരത്തിൽ വന്ന നരസിംഹറാവുവിൻ്റെ സർക്കാർ സുപ്രീം കോടതിയിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധമാണ് ഇത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടി അവിടെ അനുവർത്തിച്ചത്? ഇതൊന്നും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. പോട്ടെ, 2004 മുതൽക്ക് 2014 വരെ രാഹുൽ ഗാന്ധിക്ക് മുൻകൈയുള്ള ഒരു സർക്കാരാണല്ലോ ഇന്ത്യ രാജ്യം ഭരിച്ചത്. മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രിയെങ്കിലും കൈകാര്യകർത്താവ് സോണിയാഗാന്ധിയും അവരുടെ പ്രധാന സഹായി രാഹുൽ ഗാന്ധിയുമായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ രാഹുൽ ഗാന്ധി ആ സമയത്ത് സൈന്യത്തിലടക്കം പട്ടികജാതിക്കാർക്കും പിന്നാക്ക സമുദായക്കാർക്കും സംവരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് നടപടിയാണ് കൈക്കൊണ്ടത്? സ്വകാര്യ മേഖലയിൽ സംവരണം ഏർപ്പെടുത്തണമെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞത്. ആ സമയത്ത് പുള്ളിയുടെ നയം എന്തായിരുന്നു, സമീപനം എന്തായിരുന്നു? അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പുള്ളി ചെയ്തു? അത് ഇപ്പോൾ മാത്രമാണോ പുള്ളിക്ക് ഈ വീണ്ടുവിചാരം ഉണ്ടായത്?